എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇഡ്ലിയുടെയും ദോശയുടെയും മസാല ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. നാളികേരമൊന്നും ഒരുപാട് ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത ഈ ഒരു ചട്നി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുമാത്രമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ചിലർക്കിഷ്ടം ഇഡ്ലി ചട്നിയിൽ മുക്കി കഴിക്കാനാണ്. മറ്റു ചിലർക്കോ ഇഡ്ലിയുടെ മുകളിലേക്ക് ചട്നി ഇതുപോലെ കോരി ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. എങ്ങനെയായാലും വ്യത്യസ്തമായ ഈ ഒരു ചട്നി രുചികരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കൂ. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴും ഒന്നും കൂടി നമ്മുടെ ചട്നിക്കൊക്കെ ടേസ്റ്റ് കൂടും. ഇനി ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാളയായിരുന്നു, അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കണമെങ്കിൽ ആവാട്ടോ. അപ്പോൾ എത്രയാണ് നിങ്ങൾ ചട്നി തയ്യാറാക്കുക വെച്ചാൽ അതനുസരിച്ചൊക്കെ സവാളയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ദോശയുടെയും ഇഡ്ലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചട്നി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ചട്നിയും അതുപോലെ സവാളയും തക്കാളിയും മാത്രം വെച്ചിട്ടുള്ള ഒരു കറിയൊക്കെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർത്തത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് എരിവ് അല്പം കൂടുതലായിരിക്കും ഇഷ്ടം, അതനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടുകടലയാണ്. പൊട്ടുകടല ഞാൻ 1.25 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടുകടല ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് നാളികേരത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. പൊട്ടുകടല ചേർക്കുമ്പം അളവ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ ചട്നി തയ്യാറാക്കി കഴിക്കുമ്പം പൊട്ടുകടലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. നാളികേരം ഞാൻ ഇതുപോലെ കൊത്തിയെടുത്തിരിക്കുകയാണ്. ചെറുകിയെടുത്ത നാളികേരമാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചെടുത്താൽ മതി. നാളികേരം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ചട്നി തയ്യാറാക്കുക വെച്ചാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് ചെയ്തു നോക്കണേ. ഇതുപോലെയൊക്കെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കണേ. അതുപോലെ തന്നെ നമ്മുടെ നാളികേരം ഒരുപാട് ഗോൾഡൻ കളറിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി. ഒരു 1-2 മിനിറ്റ് അത്രയും ആവശ്യമുള്ളൂ കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തോളൂ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പം ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് വേണച്ചാൽ ചട്നിയൊക്കെ റെഡിയാക്കിയിട്ട് അല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഈ ഒരു ചട്നി. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് എല്ലാവരും എനേബിൾ ചെയ്ത് വയ്ക്കണേ, മറക്കല്ലേ. ഈ ഒരു കളറ് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചട്നിയിലേക്ക് മല്ലിയിലയുടെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മൾ ചട്നി അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ വഴറ്റി തന്നെ ആ മല്ലിയില എടുക്കണം കേട്ടോ. അങ്ങനെ അരച്ച് കഴിയുമ്പം അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പാനിൽ ചൂടിലിരുന്നിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ആയിക്കോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറണം. അതിനുശേഷം മാത്രമേ നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി അരച്ചെടുക്കരുത് കേട്ടോ. ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂട് നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നാളികേരമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം, ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇഞ്ചി ഒരുപാട് എടുക്കരുത്. ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിട്ട് നിന്നാൽ നമ്മുടെ ചട്നിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വളരെ കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം അത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം അരയ്ക്കേണ്ടത്. ഞാൻ കുറച്ച് കട്ടയ്ക്കാണ് എടുക്കുന്നത് ഈ ചട്നി. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഈ ചട്നിയിലേക്ക് ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് 2-3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളകും അതുപോലെ കടുകും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പില 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ. കടുകൊക്കെ കരിഞ്ഞു പോയാൽ ചട്നിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരരപ്പ് തിളപ്പിക്കാനോ ചൂടാക്കാനോ പാടില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ അത്ര ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ചട്നിക്ക് കിട്ടില്ല.
അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത ഈ ഒരു വെള്ള ചട്നി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്